അസ്സലാമു അലൈക്കും ഓൾ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല നമ്മൾ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അതുപോലെ നല്ല രുചിയുള്ള ഒരു മസാല തയ്യാറാക്കിയിട്ട് പൊരിച്ചെടുക്കുന്ന ഒരു ചിക്കനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് വലിയ പീസാക്കിയിട്ടുള്ളത്. ചിക്കനിലേക്ക് നമ്മൾ ആദ്യം 2 ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ ചെറുനാരങ്ങ നീര്, പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചില്ലി പൗഡറാണ്, അത് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു കോഴിമുട്ട കൂടി ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു നുള്ള ഫുഡ് കളറ് 1 സ്പൂൺ വിനീഗറിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമ്മൾ ചെറിയൊരു കളറിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വെക്കണം. നമ്മളിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ഓയിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കണം. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും. മാത്രമല്ല ഇങ്ങനെ ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മൈദയും കോൺഫ്ലവറൊക്കെ ചേർത്ത കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞു പോവും, ഉള്ളിട്ട് വേവ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള ചിക്കൻ ദം ബിരിയാണിയുടെ കൂടെയാണ് കഴിക്കാൻ പോണത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദം ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.